ആദ്യം തന്നെ കുറച്ച് കപ്പ ഇങ്ങോട്ട് എടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത കപ്പയാണേ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ബീഫും കൂടി എടുത്തിട്ട് ആ ചാറൊക്കെ ഇങ്ങനെ അങ്ങോട്ട് മുക്കിയിട്ട്, കണ്ടില്ലേ, ആ തേങ്ങ കൊത്തും എല്ലാം കൂടിയായിട്ട് ഇനി നമുക്കിത് കഴിക്കാം അല്ലേ. വെൽക്കം ടു പുളിയും സ്വാദും. ഇന്നത്തെ എൻ്റെ റെസിപ്പി കപ്പയും ബീഫുമാണ്. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് കപ്പയും ബീഫും ഒക്കെ. ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് ഒരു കോട്ടയം സ്റ്റൈൽ ബീഫ് കറിയും അതുപോലെ തന്നെ കപ്പയുമാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആ ഓൾ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്കതെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കപ്പയും ബീഫും റെഡിയാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ വെച്ച് അത് ചൂടായപ്പോഴേക്കും ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും. പിന്നീട് ഞാൻ അതിലേക്ക് ഡ്രൈ സ്പൈസസ് ആണ് ചേർക്കുന്നത്. അതിലേക്ക് ഞാൻ ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ തന്നെ ബേ ലീഫ്, അതുപോലെ തന്നെ തക്കോലം, അതെല്ലാം കൂടി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കറുവപ്പട്ട. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് എടുത്തു വെച്ചിരുന്ന ചുവന്നുള്ളി കുറച്ച്, അതായത് ഒരു അര കപ്പോളം ചുവന്നുള്ളിയാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. കട്ടൊന്നും ചെയ്തിട്ടില്ല, വെറുതെ അങ്ങനെ തന്നെ ഇടുകയായിരുന്നു. പിന്നീട് അതിലേക്ക് ഞാൻ സവോള ഞാൻ ഏകദേശം 2 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മൂത്ത് വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവോള നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പം അതും കൂടി ചേർത്തിട്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് വഴറ്റി ഒരു കളറ് ചെറുതായിട്ടൊന്ന് മാറുമ്പോഴേക്കും ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏറെ ഉണ്ടെങ്കിൽ ഏറെ ചേർക്കാമേ കറിവേപ്പിലയെ. പിന്നീട് ഞാൻ ഗാർലിക്ക്, ജിഞ്ചർ രണ്ടും കൂടി നന്നായി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ചേർക്കേണ്ട. പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബീഫിനൊരു ടേസ്റ്റ് വേറെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ അരിഞ്ഞ ജിഞ്ചറും ഗാർലിക്കും ചേർക്കുന്നതാണ് വളരെ നല്ലത്. പിന്നീട് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന സ്പൈസസ് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം തന്നെ ചേർക്കുന്നത്. 1 കിലോ ബീഫാണ് തയ്യാറാക്കുന്നത്. പിന്നീട് മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഏകദേശം 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ടാണ് ഞാൻ 5 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എരിവുള്ളതാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഞാൻ ഏകദേശം 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടിയുടെ നേരെ ഹാഫാണ് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നത്. പിന്നീട് ഗരം മസാല ഏകദേശം 2.5 ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാലയും ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും എടുക്കാം. പക്ഷേ ഞാനിവിടെ നേരത്തെ തന്നെ സ്പൈസസ് നമ്മൾ നേരത്തെ മൂപ്പിച്ചെടുത്തല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചായിട്ട് ചേർത്തത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ കഴുകി വെച്ചിരുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് നന്നായിട്ട് വെള്ളം പോകാനായിട്ട് വെച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബീഫ് വെക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ഫുള്ള് വെള്ളമായിരിക്കും. അതുകൊണ്ട് തന്നെ വെള്ളം ഒന്ന് കുറച്ച് നേരം ഒന്ന് പോകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ബീഫ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ സമയത്ത് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കേണ്ട, നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഉപ്പ് ചേർത്താൽ മതിയാവും. അപ്പോൾ കണ്ടില്ലേ, നല്ല പരുവത്തിൽ നമുക്കിതൊന്ന് നന്നായിട്ട് ആ ഒരു ബീഫിലേക്ക് ഈ ഒരു മസാലയെല്ലാം പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബീഫാണല്ലോ, അപ്പോൾ നമ്മൾ കുക്കറിലൊന്നും അല്ല വെക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെ വെള്ളം വേണ്ടി വരും. ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഇനി ഈ സമയത്ത് നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർക്കാം. കാരണം നമ്മൾ സവോള വഴറ്റിയപ്പോൾ മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർത്തിരുന്നത്. പിന്നീട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന കപ്പയാണ്. കപ്പ ഞാനിവിടെ കൊത്തി നുറുക്കി നന്നായിട്ടൊന്ന് കഴുകി ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മുടെ ഒരു കപ്പയൊന്ന് ഞാനൊന്ന് കൊത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കപ്പയുടെ വേവൊക്കെ അനുസരിച്ച് വേണം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഇതിലേക്ക് വേവിക്കാനായിട്ട് വെക്കാനായിട്ട്. ഞാനിവിടെ പാത്രത്തിലേക്ക് ഞാൻ വയ്ക്കുന്നുണ്ട്. കപ്പയും ബീഫും ഒന്നിച്ച് തന്നെ തയ്യാറാക്കുന്നതുകൊണ്ട് ബീഫ് റെഡി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കപ്പയൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോഴേക്കും ഞാനിവിടെ ഇത് കപ്പയൊന്നും മൂടി വയ്ക്കാതാണ് കേട്ടോ ഞാൻ സാധാരണയായിട്ട് വേവിക്കാറുള്ളത്. കാരണം അതൊക്കെ തിളച്ച് പുറത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്ന് മൂടി വയ്ക്കാതെ തന്നെയാണ് ഞാനിതൊന്ന് വേവിച്ച് എടുക്കുന്നത്. ഈ കപ്പയൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിന് വേണ്ടുന്നതായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ടൊരു 6 ചുവന്നുള്ളി, അതുപോലെ തന്നെ ഒരു 2 പീസേ ഉള്ളൂ, അത് 4 പീസായിട്ട് വലുതാണ് നമ്മുടെ ഗാർലിക്ക്, അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്, പിന്നീട് ആവശ്യത്തിന് തേങ്ങ ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് ഞാൻ ഈ ഒരു അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതും കൂടി നമുക്ക് ഈ ഒരു മിക്സിയിലേക്ക് ഇടാം. നമുക്ക് തേങ്ങ വളരെ കൂടുതൽ തന്നെ നല്ലതാണ്. നമ്മൾ ഈ കപ്പയ്ക്ക് ഏറെ തേങ്ങ അരയ്ക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ഈ ഒരു കപ്പ. പിന്നീട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതും കൂടി ചേർത്ത് നമുക്ക് ഈ ഒരു അരപ്പൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കണ്ടില്ലേ, ഞാനിപ്പോൾ അരപ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി ബാക്കി ഒന്ന് ബീഫിൻ്റെ കാര്യം ഒന്ന് നോക്കിയിട്ട് വരാം. ബീഫ് ഇപ്പോഴേക്കും ഒന്ന് തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബീഫ് വെന്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കിയിടാം. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി നമുക്ക് ചേർക്കാം. ഞാൻ ഇനിയും ഇത് ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാനായിട്ട് തന്നെ പോവുകയാണ്. നമ്മുടെ ബീഫ് വെന്തിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ കപ്പ തിളച്ചപ്പോഴേക്കും ഞാൻ കപ്പ തിളച്ച ഉടനെ തന്നെ ഞാൻ കുറച്ച് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കപ്പ തിളച്ച ഉടനെ തന്നെ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ കപ്പയ്ക്കകത്ത് ഉപ്പൊക്കെ നന്നായിട്ട് തന്നെ നിന്നോളും. കണ്ടില്ലേ, നമ്മുടെ കപ്പയൊക്കെ വെന്ത് വരുന്നുണ്ട്. ഇനി ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ മതിയായിരിക്കും. കാരണം എനിക്ക് കിട്ടിയ കപ്പ പെട്ടെന്ന് തന്നെ വേകുന്ന ഒരു കപ്പയായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കപ്പ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ കപ്പയിലെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞിട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മളിനി അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാനിവിടെ കപ്പ ഊറ്റി വെള്ളമെല്ലാം കളഞ്ഞ് നല്ല ഇതായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ഒരു അരപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കണം. ഇപ്പോൾ കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ആഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ല നല്ലതായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പയൊന്ന് മിക്സ് ചെയ്യാം. ഇനി മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സിങ്ങാണ് നമ്മൾ നടത്തുന്നത്. നന്നായിട്ട് തന്നെ, അതായത് നല്ല കപ്പയായിരുന്നു കേട്ടോ. എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയ കപ്പ വളരെ നല്ലതാണ്. കാരണം ഇവിടെ കിട്ടുന്ന കപ്പയൊന്നും അത്ര വലിയ നന്നായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ കപ്പ നന്നായിട്ട് തന്നെ വെന്ത് നല്ല പരുവത്തിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. കപ്പ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി കപ്പ ഇവിടെ റെഡിയായി. നമുക്കിനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബീഫിലേക്ക് തന്നെ തിരിച്ചു പോകാം. ബീഫ് നല്ല നന്നായിട്ട് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. തിളച്ച് നല്ല സ്മെല്ലൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ബീഫിൻ്റേത്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യാം. അതായത് 1 ടീസ്പൂണോളം പെപ്പർ പൗഡർ കൂടി ഞാനിതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഈ പെപ്പർ പൗഡർ ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മുന്നിൽ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് തന്നെ പെപ്പർ പൗഡർ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഇനി അധിക സമയമൊന്നും വേണ്ട. നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട്. നോക്കിക്കേ, നമ്മുടെ ബീഫ് കണ്ട എന്ത് ഭംഗിയിലാണ് വന്നിരിക്കുന്നത്. ആ തേങ്ങ കൊത്തും അതുപോലെ തന്നെ ബീഫും എല്ലാം കൂടി നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കപ്പയുടെ വേറൊരു പാത്രത്തിലേക്കൊന്ന് വിളമ്പി എടുക്കുകയാണ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ.
അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ കപ്പയൊന്ന് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ടാണ് കേട്ടോ ഈ കപ്പ വെന്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബീഫ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ബീഫിൻ്റെ ആ ഒരു കളറും അതുപോലെ തന്നെ ആ ഒരു ബീഫിൻ്റെ ഒരു ഭംഗിയൊക്കെ എന്താ രസം അല്ലേ. ഇനി ഞങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മുടെ കപ്പയും ബീഫും കൂടി. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഈ തേങ്ങാക്കൊത്തും ബീഫും അതുപോലെ തന്നെ കപ്പയും അതുപോലെ ആ ഒരു ബീഫിൻ്റെ ആ ഒരു ഗ്രേവി എല്ലാം കൂടെ കൂടിയിട്ട് ഇനി ഞങ്ങളിത് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കഴിക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ. അവിടെ നോക്കി പറയാം സൂപ്പർ എന്നാ. സൂപ്പർ. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ തന്നെയുള്ള വേറൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും പുളിയും സ്വാദിൻ്റെ വീതം. ബൈ.